പിടിച്ചോട്ടല്ലോ. മേടിച്ചു മേടിച്ചു രണ്ട് കൈ നല്ലോണം നീട്ടി മേടിച്ചു. രണ്ട് കൈ നല്ലോണം കിട്ടി മേടിച്ചു. വാ മേടിക്ക്. കുഞ്ഞുങ്ങളുടെ വന്ന കാര്യങ്ങൾക്ക് ഏറെക്കുറെ സമാധാനം ഉണ്ടായില്ല. ആ സമാധാനത്തോടൊപ്പം നിന്ന് വെളിതൊപ്പം വായിക്കുന്ന കാര്യങ്ങളോട് മോശം ഉണ്ടാക്കി തന്നാൽ മതിയാ. ഇന്നൊക്കെ വന്നിട്ട് നാളെയോ ആയിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചിറങ്ങിയിട്ടുള്ളതാണ്. പുത്രന്റെ കാര്യങ്ങളും ആറുകളുടെ പോകുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളും അതിനോടനുബന്ധം വായിക്കുന്ന വെള്ളിതമെന്ന് വായിക്കുന്ന കാര്യങ്ങളും ഇന്നൊരു 3-ാം നാളിനുള്ളിലായിട്ട് തന്നാലിന്റെ ആളെ ചേർത്തിച്ചില്ല. ആളെ വെളിയെത്തുന്നതോടൊപ്പം തന്നെ അതിന്റെ വിഹിത വിധിക്കായിട്ട് മാറ്റി വെക്കട്ടെ. അപ്പൊ അതിനോടനുബന്ധമായി കുട്ടികളുമായി വരുന്ന ആ കാര്യങ്ങളും എന്റെ ആഘോഷത്തോടനുബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. മക്കളുടെ കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കുന്നതില്ല. കുഞ്ഞുങ്ങൾ ചെന്ന് ആലയത്തിൽ വന്നിട്ട് സന്താനാദികൾ ചോദിച്ചു വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമ്പോൾ സന്താനയ്ക്ക് മതിയായ കാര്യങ്ങൾ നടപടി ഉണ്ടായിക്കൊണ്ടു. നല്ല ഭവിച്ചിട്ട് 21 വെള്ളി കുട്ടിയായിട്ട് സന്താനാദി വിചാരിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് വെളിതന്നെ വായിക്കുന്ന കാര്യങ്ങൾ സന്താനാദികൾ ആവശ്യപ്പെട്ടിട്ടുള്ള കുഞ്ഞുകളിൽ നിന്ന് കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ നടപടിയിലാക്കി തന്നെ കൂടി എന്നെ വിചാരിച്ചിന്റെ ഒരു മധ്യത്തിൽ പ്രാവശ്യത്ത് സന്താനത്തിന്റെ ആലയത്തിൽ അർത്ഥമാക്കി വെച്ചു. കഴിച്ചോ? കാര്യങ്ങളെ കുറേകളാവ എന്നിരുന്നാത്തിന്റെ പുത്രന്റെ കാര്യങ്ങൾക്കും എന്റേതായ നോട്ടങ്ങൾ കാണിച്ചിട്ടുണ്ടല്ല. അതുകൊണ്ടാണ് സന്താനത്തിൻ്റെതായ കാര്യങ്ങളും പൂർണ്ണ കാര്യങ്ങളും പങ്കുചേരം വായിക്കുന്ന കാര്യങ്ങളും അതുകൊണ്ടെങ്കിൽ തന്നെയും അതിനോടൊപ്പം നാട്ടിൽ വായിക്കുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ല. അപ്പൊ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ തന്നെ മംഗളേരം വായിക്കുന്ന കാര്യങ്ങളും തുടർന്നുള്ള സന്താനാദികൾ എറിഞ്ഞിരിക്കുന്ന പ്രവർത്തിസ്ഥാനം ഇല്ലാതാവാനും സന്താനാദികളെ ആ സ്ഥാനം വിട്ടു കഴിഞ്ഞു പോകാനും കൂടി മറ്റുള്ള കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സന്താനാദികൾ വഹിക്കുന്ന ആനയുമായി ബന്ധപ്പെട്ട് വേറെ സ്ഥാനത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. ബോധമുണ്ടോ? പറയുന്ന ബോധമുണ്ട? ഞാനെല്ലാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠന് 4 വീട് മുൻപിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സന്താനത്തിന്റെ പുത്രന് പ്രത്യേക വഴിയായിട്ടുണ്ട്. ഇല്ല, അതിനുള്ള കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കുന്നില്ല കേട്ടാ. പുത്രൻ്റെതായ ഒരു പാവപ്പരെ ചേർത്തൊന്നും വലിയ സന്താനത്തിന് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് സന്താനം ചെയ്തതിന്റെ പ്രവർത്തിസ്ഥാനമൊക്കെ വിട്ടു കഴിഞ്ഞ് പോകാനും അതിനോടനുബന്ധമായ സന്താനത്തിന്റെ പ്രവർത്തിസ്ഥാനം മെച്ചപ്പെട്ട രീതിയിലുള്ള ആവാനും ഇതിന് തുടങ്ങി സന്താനത്തിന് കുട്ടിയില്ലാതെ അന്നത്തെ കുട്ടിയില്ലാതെയുള്ള കാര്യങ്ങൾ പോകാനായിട്ട് ചെയ്തു കേട്ടാ.
എന്തിനാ പെട്ടുണ്ടല്ലേ കുറച്ച് കയറിയില്ല അതിനുള്ള കാര്യങ്ങൾ സന്താനമായി സന്താനത്തിന്റെ പ്രവർത്തനത്തോടനുബന്ധം വഹിക്കുന്ന കാര്യങ്ങളും സന്താനത്തിന് തൊട്ടടുത്ത് നിന്ന് വ്യാപാരം ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കഠിനത്തിൽ വന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിനോടുള്ള കാര്യങ്ങളും ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി വരുന്നുള്ള കാര്യങ്ങൾ വന്ന് മുക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സന്താനം ചേച്ചിറങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറെക്കുറെ സമാധാനം ഞാൻ എൻ്റെ ഏഷൻ കുട്ടികൾ മുൻപിൽ നിന്ന് പ്രവർത്തിക്കാനില്ല. സ്വാഭാവികമൊന്നും വേണം. അതിൻ്റെതായ കാര്യങ്ങൾ നേർവഴിയുള്ള കാര്യങ്ങൾ സന്താനത്തിന് തട്ടകത്തിരിക്കുന്ന വലിയമ്മയായിട്ട് കണ്ട് നേർവഴിയാകാം. നേർവഴി വന്നാ നേർവഴി വന്നാന്ന് നേർവഴി അവിടെ രാവിലെ ഒരു വിചാരം ഉണ്ടാ കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കണമെന്ന് നല്ല വിചാരം ഉണ്ടാവും. രാവിലെ ഇപ്പോഴും ഉള്ളിൽ നിന്ന് ഭയമായ ഇപ്പോഴത്തെ കാര്യങ്ങൾ സന്താനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയോടൊപ്പം തന്നെ പുത്ര സന്താനാദികൾ വെള്ളിവർത്തോണ്ടികൾ സന്താനാദികൾക്ക് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സന്താനത്തിന് മറുപടി ചെയ്യാനായിട്ട് ഭയങ്കര മടിയാ. പറയാൻ മനസ്സിലാവണ്ട. ഉള്ളില് ഭയങ്കര ഭയമാണെന്ന്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് സന്താനത്തിനേക്കാളും വെള്ളി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പുത്രന്മാരായിട്ട് ബന്ധപ്പെട്ട് സന്താനത്തിന് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്? വെള്ളിപരമായ കാര്യത്തിലേ അവരായിട്ട് തീരുമാനിച്ച പുത്രന്മാരായിട്ട് തീരുമാനിച്ചെന്താ കാര്യങ്ങൾ നടത്തി ചെയ്യാൻ പറ്റാത്തത് പേടി അല്ല. മറ്റേ കാശ് ഒരേ ഉണ്ണികൾ വന്നു ചേർന്നുണ്ടെങ്കിൽ അതിന് സന്താനം മനപ്രയാസം വരുന്നത് ആ കാര്യങ്ങളൊക്കെ നേരെയാക്കി തന്നിരിക്കട്ടെ. എൻ്റെ ജ്യേഷ്ഠൻ്റെ ദിനം വരുന്നതിനകത്തിന് സന്താനത്തിന് നാൽക്കാലിയോടനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി തന്നിരിക്കും. ആ 4 ഉണ്ണികളുടെ കാര്യങ്ങൾ പറഞ്ഞ 4 ഉണ്ണികളെ 4 പേരായിട്ട് ഒരേ ഉള്ളി വെച്ച് സന്താനം ആ സ്ഥാനത്ത് വെച്ച് സങ്കല്പിക്കും. ഒരേ ഉള്ളി വെച്ച് സങ്കല്പിക്കാൻ പറയാം. പൈസ കിട്ടാനല്ലേ അവരുടെ നാളും പേരും വിചാരിച്ചിട്ട് ഒരേ ഉറുപ്പ്യ വെച്ചിട്ട് എടുത്ത് വെക്കാൻ ഡെയിലി ഓരോ രൂപ വെച്ച് വെച്ചോളൂ. ദിവസവും ഭണ്ഡാരത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ചേക്കും ഇഴിഞ്ഞിട്ട് അതില്ല ആ കൂട്ടത്തിൽ ഡെയിലി അവരുടെ നാളും പേരും ഒക്കെ വിചാരിച്ചിട്ട് ഓരോ മനസ്സിൽ അവരെ സങ്കല്പിച്ചാൽ മതി. മനസ്സിലായോ? സന്തോഷമായപ്പ കാര്യങ്ങളൊക്കെ പോലെ നേരെ ചെവിയായില്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും സന്താനത്തിന്റെ കാര്യങ്ങളും അതിനോടനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നത് സന്താനത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സന്താനാദികൾക്കും സന്താനത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മാതാപിതാക്കന്മാർക്കും പുത്രന്മാരും ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ? പൈതന്റെ തീർച്ചയിൽ പാദപരം 3 പ്രാവശ്യം വലിയ ജലത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൈവറെ കണക്കിട്ടിരിക്കുന്ന നേരെ ആയിക്കോളും. കാണാനല്ലേ ഞാൻ താമസിക്കണ്ടേ? കാലേറ്റ് വെക്കണം. കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തന്നോളൂ കേട്ടോ. വിചാരിച്ച കാര്യങ്ങൾ പൂർത്തിയായ പോലെ പൈതന്നെ ആലയത്തിൽ ദീപം കൂടെ വെച്ചിട്ട് 3 പ്രാവശ്യം ദീപം തെളിയിച്ചിട്ട് തീരത്തോൽ പാദം പരി കഴിഞ്ഞിട്ട്
ദൂരേക്ക് എന്നെ വിളിക്കാം പാർക്കട്ടെ പാർക്കാൻ പറ്റാ